ഇത് കോട്ടയംകാരൻ CI ഫിലിപ്പ്, കോട്ടയം നെടുങ്ങാടപ്പള്ളിക്കാരുടെ കുട്ടിക്കുഞ്ചേൻ. പ്രായം എത്രയായി എന്ന് ചോദിച്ചാൽ പറയും 100 എന്ന്. തെളിവ് ചോദിച്ചാൽ കാണിക്കുന്നതോ ഡ്രൈവിംഗ് ലൈസൻസും. 50 വർഷങ്ങൾക്ക് മുൻപെടുത്ത ഈ ലൈസൻസ് 100 വയസ്സായെന്ന് തെളിയിക്കാൻ മാത്രമുള്ളതല്ല. ഇപ്പോഴും അടിപൊളി ഡ്രൈവറാണ് ഈ കോട്ടയംകാരൻ. എൻ്റെ പപ്പായാണ്. ഈ മെയിൽ 26-ാം തീയതി 100 വയസ്സ് തികയും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ ജോലിക്കാരനായിരുന്നു. അവിടുന്ന് പുള്ളി റിട്ടയർഡായി. ഇപ്പം 40 വർഷമായി റിട്ടയർഡായിട്ട്. അത് കഴിഞ്ഞിട്ട് വിശ്രമ ജീവിതം നയിക്കുകയാണ്. പപ്പ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വണ്ടി ഓടിക്കുന്നതും മരുന്ന് മേടിക്കാൻ പോകുന്നതും എല്ലാവരെയും കാണാൻ പോകുന്നതും പള്ളിയിൽ പോകുന്നതും എല്ലാം പുള്ളി തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം ആരുടെ ഒരു സഹായം ആവശ്യം വരുന്നില്ല. 19 വർഷമായി ഇപ്പോൾ നമുക്ക് കാർ ഓടിക്കാനായിട്ട്. ദിവസവും ഒരു 2-3 കിലോമീറ്റർ എങ്കിലും ഓടും. എൻ്റെ സൈഡ് ഞാൻ കീപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് വേറെ ആരെയും നോക്കേണ്ട കാര്യം ഒരു അബദ്ധവും പറ്റത്തില്ല. പോകേണ്ടതൊക്കെ പൊക്കോട്ടെ. എനിക്കൊരു സ്പീഡുണ്ട്. ആ സ്പീഡിൽ കൂടുതൽ പോകത്തില്ല. ആ മിനിമം സ്പീഡിൽ പോകും. അല്ലാത്തവരെ പൊക്കോട്ടെ, ഞാനും എൻ്റെ സൈഡിലേ പോകും. ഇതുവരെ ഒരു അബദ്ധം ഉണ്ടാക്കിയിട്ടില്ല. ദൈവോർവയാൽ എൻ്റെ എടുക്കല്ല, ദൈവം കാക്കുന്നതാണ്. പള്ളിയിൽ എന്നോ പരിപാടി ഉണ്ടെങ്കിലും എല്ലാത്തിനും പോവും. രാവിലെ പള്ളി തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പേ ഇവിടുന്ന് പോവും. പള്ളിയിൽ പോയി അവിടെ ഇരുന്ന് എല്ലാം കഴിഞ്ഞ് വരത്തുള്ളൂ. 100 വയസ്സ് ഒരു പുരുഷായുസിൽ പൂർത്തിയാക്കുക എന്ന് പറയുന്നതും ഏറെ സന്തോഷകരമാണ്. അതുമാത്രമല്ല, ഈ പ്രായത്തിലും സ്വന്തമായിട്ട് വാഹനം ഓടിച്ച് ദൈവാലയത്തിൽ വരിക, എല്ലാ ആരാധനയിലും ഒരു ഞായറാഴ്ച പോലും കുട്ടിക്കുഞ്ചാൻ മുടക്കാറില്ല. മറ്റ് അസുഖമോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ വന്നില്ലെങ്കിൽ ഒറ്റ ആരാധന പോലും മുടക്കാത്ത സഭയുടെ ഏറ്റവും അഭിമാനമായ ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ കുട്ടിക്കുഞ്ചാൻ. 100 വയസ്സുള്ള ആളുകളെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ പ്രായത്തിലും വാഹനങ്ങൾ ഓടിക്കുന്ന കുട്ടിക്കുഞ്ചാനെ പോലെ ഒരാളെ നിങ്ങൾ കാണാൻ വഴിയില്ല. അതുപോലെ തന്നെ 100-ാം വയസ്സിലും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനായി കാത്തിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടോ? ആയിരത്തി 1973 ആദ്യമായി പ്രീമിയർ പത്മിനി വാങ്ങിയത് മുതൽ ഫിയറ്റ് കാർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. 100-ാം വയസ്സിലും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. 73 ഞങ്ങൾക്ക് വണ്ടി കിട്ടുന്നത്. ആദ്യമായിട്ട് ഒരു ഫിയറ്റ്, അതായത് പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞ സാധനമായിരുന്നു അന്ന്. 5 വർഷം മുമ്പേ അത് ബുക്ക് ചെയ്തിട്ടാണ് കിട്ടിയത്. അന്ന് ഫിയറ്റും ഈ അംബാസഡർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം 5 വർഷത്തെ ബുക്കിംഗ് ആയിരുന്നു. 5 വർഷം പൈസ അടച്ച് ബുക്ക് ചെയ്തിട്ട് 5-ാമത്തെ വർഷമാണ് വണ്ടി കിട്ടിയത്. 1000 രൂപ അടച്ച് ബുക്ക് ചെയ്തു. 5 വർഷം കഴിഞ്ഞപ്പം 68 ബുക്ക് ചെയ്തു. 73 കിട്ടി. ഡിസംബറിൽ കിട്ടി. വണ്ടി കിട്ടിയപ്പോൾ അന്ന് വണ്ടിയുടെ വില 19,500 രൂപയാണ്. അപ്പോൾ അത് വണ്ടി കിട്ടിയപ്പം ഈ ആൾക്കാർ വന്ന് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു, ഞങ്ങൾ മാർജിൻ മണി തരാം തന്നേക്കുന്നു എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ കൊടുത്തില്ല. വണ്ടിയുടെ വിലയും പ്ലസ് 50,000 രൂപ കൂടെ തരാമെന്ന് പറഞ്ഞാണ്. പക്ഷേ അന്ന് 4-5 വർഷം നോക്കിയിരുന്ന് വന്ന് കിട്ടിയ വണ്ടി കൊടുക്കാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നുകൊണ്ട് പപ്പ കൊടുത്തില്ല. ഒരു കളുകൂടിയൻ വന്നു, നേരെ ഞാൻ ഇടിച്ചു. അതിന് വണ്ടിയെല്ലാം ഡാമേജ് ആയിപ്പോയി. എനിക്കൊന്നും പറ്റിയില്ല. എൻ്റെ വൈഫും കൂടെ ഉണ്ട്, ആർക്കും പറ്റിയില്ല. വണ്ടി അങ്ങ് പോയി. രണ്ടാമത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാ. ഇപ്പം 40 വർഷമായിപ്പോയി. വേറെ ഓട്ടോ ഇല്ലല്ലോ, ചെറിയ ഓട്ടോ. ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതുകൊണ്ട് വണ്ടിക്ക് വലിയ അലച്ചിലില്ല. നല്ല സുഖമായ വണ്ടി. ഇതുവരെ എന്നെ എവിടത്തും ഇട്ടിട്ടില്ല. നല്ല സ്റ്റാർട്ടിങ് തൊട്ടമായി സ്റ്റാർട്ടാവും. ചിലരുടെ ഇതില്ല, ഡിൻ അത്ര കറക്റ്റ് ഉണ്ട്. കണ്ടീഷൻ വണ്ടിയാ. ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാ. അപ്പോൾ അന്ന് ഇതിനൊക്കെ ഇച്ചിരി പ്രയാസമാണ്. അല്ലെങ്കിൽ എൻ്റെ ഗിയറൊക്കെ താഴെ, അത് വലിയ ഗിയർ അങ്ങോട്ട് വീഴിയില്ലായിരുന്നു. പിന്നെ ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്ത് അവരെ എൻ്റെ ഗിയറെല്ലാം ശരിയാക്കി. ഈ വാഹനം കൊടുക്കുമോ എന്ന ചോദ്യത്തിനും വളരെ ലളിതമായൊരു ഉത്തരം ഫിലിപ്പ് ചേട്ടന്റെ കയ്യിലുണ്ട്.
കഴിഞ്ഞ ആഴ്ചയിലേ പോലീസുകാർ കൈ കാണിച്ചു നിർത്തിയിട്ട് എന്ന് പറഞ്ഞേച്ച് പറഞ്ഞു, ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ? കൊണ്ടെത്താ 40,000 രൂപ അതിനേക്കാൾ. ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല, എൻ്റെ കാലശേഷം മാത്രമേ